കെ.പി. യോഹന്നാൻ കാലം ചെയ്തതോ കാലൻ കൊണ്ടുപോയതോ? ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടം. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്നത്തെ പ്രതികരണത്തിനുള്ള ചോദ്യം ഇതാണ്: കെ.പി. യോഹന്നാൻ കാലം ചെയ്തതോ കാലൻ കൊണ്ടുപോയതോ? കാലനാണ് കൊണ്ടുപോയതെങ്കിൽ ആ കാലൻ ആരാണ്? സഭയുടെ പരമാധ്യക്ഷന്മാരെ അങ്ങനെ കാലൻ കൊണ്ടുപോകുമോ? കൊണ്ടുപോയാൽ അതെന്നാ കോപ്പിലെ പരിപാടിയാണ്? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും നടന്ന ലെവന്മാർക്ക് പെടുമരണം സംഭവിച്ചത്, റോഡിൽ സ്റ്റിക്കറായത് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ, അതോ ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ദൈവമില്ല എന്ന് വിശ്വസിച്ചത് കൊണ്ടാണോ? ഇത്തരം കാമ്പുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ കുരുപൊട്ടുന്ന മുണ്ണകൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അവർ നാട്ടുകാർ പ്രതികരിക്കുന്നത് കാണട്ടെ, കേൾക്കട്ടെ, എന്നിട്ട് ചിന്തിക്കട്ടെ. എന്നിട്ട് പ്രതികരിക്കണമെന്ന് തോന്നുമെങ്കിൽ മാത്രം പ്രതികരിക്കുക തെളിമയോടെ. ബിലീവേഴ്സ് ചർച്ച് എന്നൊരു സഭയുണ്ടാക്കി അതിൻ്റെ മുതലാളി അല്ലെങ്കിൽ പരമാധ്യക്ഷനായ പുള്ളി പൗരോഹിത്യ സഭകളിലെ ഫ്രീക്കൻ, പാരമ്പര്യ പൗരോഹിത്യ സഭകളിലെ കൂദാശ തൊഴിലാളികൾ മുടിഞ്ഞ മാമൂലും താരിപ്പും സ്കെയിലും ഒക്കെ പിടിച്ച് കൂദാശപ്പണി നടത്തുമ്പോൾ തലയിലെ തുത്തിൽ റബ്ബറുമിട്ട് സ്വന്തമായി തൊപ്പി ഡിസൈൻ ചെയ്ത് അതിൽ കാർട്ടൂണും വരച്ച് അതും സ്വന്തം തലയിൽ വെച്ച് എന്നെപ്പോലെ നല്ല ടാറിൻ്റെ കളറായിരുന്നുവെങ്കിലും ഇഞ്ചക്ഷൻ അടിച്ച് മുഖം ചുമപ്പിച്ച ആത്മീയ വ്യവസായ ലോകത്തിലെ അത്ഭുത പ്രതിഭാസം. ഇതെല്ലാം കണ്ടിട്ടും ആളുകൾ ചിരിക്കാതെ അവരെ പിടിച്ചു നിർത്തുവാൻ കഴിവുണ്ടായിരുന്ന അസാമാന്യ വ്യക്തിത്വം. കാച്ചിലിന് തടമെടുക്കുന്നവനും മാട് വെട്ടുന്നവനും നൈറ്റിയിട്ട് റവറൻറ്റും വെരി റവറൻറ്റുമാകാമെന്ന് കാണിച്ചു തന്ന, ഇതാണ് എൻ്റെ പാതിരിപ്പാമ്പുകൾ എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ തൊലിക്കെട്ട് കാട്ടിയ അസാമാന്യ ധൈര്യശാലി, വചനം മറയാക്കി ചാരിറ്റി തൊഴിലാക്കി ഒരു മനുഷ്യായുസിൽ ഉണ്ടാക്കുവാൻ സാധിക്കാത്ത സമ്പത്തുകൾ വാരിക്കൂട്ടിയ അദ്ദേഹം ദൈവം കണ്ടില്ലെങ്കിലും ED കണ്ടു, ഫെഡറൽ പോലീസ് കണ്ടു, മനുഷ്യബുദ്ധിയാൽ അത് അദ്ദേഹം സെറ്റിൽ ചെയ്തു. എന്നാൽ ഇക്കഴിഞ്ഞ മെയ് 8-ാം തീയതി അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിന് പുറത്ത് വെച്ച് തന്നെ അദ്ദേഹത്തെ കാലൻ കൊണ്ടുപോയി. യോഹന്നാൻ്റെ അനുയായികൾ പറയുന്നത് അദ്ദേഹം കാലം ചെയ്തു എന്നാണ്. അദ്ദേഹം കാലം ചെയ്തതോ അതോ കാലൻ കൊണ്ടുപോയതോ? പ്രതികരിച്ചു തുടങ്ങാം ഇപ്പോൾ തന്നെ. വിളിക്കേണ്ട അല്ലെങ്കിൽ വോയിസ് അയക്കേണ്ട നമ്പർ ദാ താഴെ മിന്നി പറയുന്നുണ്ട്. കണ്ടുപിടിക്കാത്തവർക്ക് വേണ്ടി ഞാൻ 2 പ്രാവശ്യം പറയാം: 9746114444, 9746114444. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, സാധാരണക്കാരന് പേടിയില്ലാതെ പ്രതികരിക്കാൻ ഒരിടം. ITV News, an eye for truth. ITV News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.